ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ താമരശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിനിമം സൈസിലുള്ള വെളുത്തുള്ളി ഒരു 10 അല്ലി, ഇഞ്ചി വെളുത്തുള്ളിനെക്കാട്ടിലും പകുതിയാണ് എടുക്കേണ്ടത്. തക്കാളി ചെറിയ സൈസ് ആയതുകൊണ്ട് ഒരു 5 തക്കാളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. 8 അല്ലി പച്ചമുളക്, പിന്നെ ആവശ്യാനുസരണം മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില. ബിരിയാണി മസാല നമുക്ക് ഇതേപോലെ വറുത്ത് പൊടിച്ചതിന് ശേഷം ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം. അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഹാഫ് വേവിൽ വേവിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ മസാലയും തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടായ ചെമ്പിലോട്ട് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും എക്സ്ട്രാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നൈസായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു 4 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നല്ലപോലെ ചതച്ചെടുത്തത്, നല്ല പേസ്റ്റ് രൂപത്തിലാവാതെ ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇവയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മസാല ഏകദേശം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നേരത്തെ ചൂടാക്കി വെച്ച ബിരിയാണി മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് 1/4 മണിക്കൂർ നമുക്ക് അടിച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ. ഞാനിവിടെ അടുപ്പിലാണ് വെച്ചത്. അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. 1/4 മണിക്കൂറിന് ശേഷം 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു പിടി മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചെമ്പെടുത്തതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നൈസായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും, ഒരു 3 പട്ടയും, 4 ഏലക്കായും, ഒരു 4 ഗ്രാമ്പുമാണ് കേട്ടോ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന നിരക്കാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് അടിച്ചു വെക്കാം. അപ്പോൾ വെള്ളം തളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. ഏകദേശം നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ബാക്കി ദമ്മിടുമല്ലോ. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒരു ഗോൾഡ് ആൻഡ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ അണ്ടി മുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ദമ്മിടലാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അതിനായിട്ട് വായില ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മസാലയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വായില ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ടേസ്റ്റും ആ ഒരു സത്തൊക്കെ ചോറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് ഇതേപോലെ ദമ്മാക്കി എടുക്കാം കേട്ടോ. ഒരു 3 ലെയറായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ RKG കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ചതിന് ശേഷം വെയിറ്റ് എന്തെങ്കിലും വെക്കാം കേട്ടോ. ആദ്യമൊക്കെ മൂടിൻ്റെ മുകളിൽ കനലും മമ്മിക്കുട്ടിയൊക്കെ ആയിരുന്നു വെക്കാറ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ വെക്കാറുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ദമ്മൊക്കെ പൊട്ടിച്ചു. ഇനി റൈസ് വേറൊരു ചെമ്പിലോട്ട് ആക്കിയതിന് ശേഷം ആ വായിൽ നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളുടെ താമരശ്ശേരി ദം ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.